സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ കാവൽ. എഴുതിയത് മിനി ഏങ്ങണ്ടിയൂർ. മോളെ, ഞങ്ങൾ വരാൻ വൈകും. മോൾക്ക് തനിച്ചു നിൽക്കാൻ പേടിയുണ്ടോ? ഫോണിന്റെ മറുതലയ്ക്കൽ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ അറിയാതെ ക്ലോക്കിലേക്ക് നോക്കി. സമയം രാത്രി 10 മണിയായിട്ടുണ്ട്. ആ സമയം വരെ ഇൻസ്റ്റയിൽ റീലും കണ്ടിരുന്നതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. അച്ഛനും അമ്മയും വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി അതും കഴിച്ചില്ല. സമയം പോയതും അറിഞ്ഞില്ല. അമ്മയൊക്കെ ഇപ്പോൾ എവിടെ എത്തി? ഒരു മറു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സ്ഥലം കൃത്യമായി അറിയുന്നില്ല മോളെ. ഇവിടെ നല്ല മഴയാണ്. പതുക്കെ പോകാനേ പറ്റുന്നുള്ളൂ. ഇടയ്ക്ക് ഏതോ ഒരു വണ്ടി ആക്സിഡന്റായി റോഡ് ബ്ലോക്കായി. അതുകൊണ്ട് വേറെ വഴിയാണ് വരുന്നത്. അമ്മ കുറച്ച് അസ്വസ്ഥതയോടെയാണ് പറയുന്നത്. അമ്മയുടെ ശബ്ദത്തിലെ വ്യത്യാസം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പാവം പേടിച്ചിട്ടുണ്ടാകും. ഇവിടെ ഞാൻ തനിച്ചാണ് എന്നോർത്ത് ആകെ ടെൻഷൻ ആകുന്നുണ്ടാകും. സാരമില്ല അമ്മേ, എനിക്ക് പേടിയില്ല. അമ്മ ടെൻഷൻ ആവണ്ട. അമ്മയുടെ അവസ്ഥ ആലോചിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പേടിയുണ്ട്. തനിച്ച് എങ്ങനെ ഈ വലിയ വീട്ടിലിരിക്കും എന്നോർക്കുമ്പോൾ ഭയം ഉള്ളിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. എങ്കിലും ശബ്ദത്തിൽ അത് ഞാൻ പ്രകടിപ്പിച്ചില്ല. വെറുതെ അമ്മയെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. വാതിലും ജനലും കുറ്റിയിട്ട് കിടന്നോ? അമ്മ അവിടെ എത്തിയാൽ ഫോണിൽ വിളിക്കാം. അപ്പോൾ മാത്രം വാതിൽ തുറന്നാൽ മതി. വേറെ എന്ത് ശബ്ദം കേട്ടാലും മോള് വാതിൽ തുറക്കരുത്. ഇനി വാതിലിൽ ആരെയും തട്ടിയാൽ പോലും തുറക്കരുത്. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഭയം കൂടുകയായിരുന്നു. ഇല്ലമ്മേ. അത് പറയുമ്പോൾ ഞാൻ ജനലിലേക്കും വാതിലിലേക്കും നോക്കിപ്പോയി. ശരി, അമ്മ അവിടെ എത്തിയിട്ട് വിളിക്കാം. അമ്മ ഫോൺ കട്ട് ചെയ്തതറിഞ്ഞാണ് ഞാൻ വാതിലിനടുത്തേക്കു നടന്നത്. മുൻവശത്തെ വാതിലും ജനലും ഭദ്രമായി കുറ്റിയിട്ടിട്ടുണ്ടെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചു. പിന്നീട് അടുക്കള ഭാഗത്തേക്ക് നടന്നു. പുറകിലെ ഗ്രില്ല് താക്കോലിട്ട് പൂട്ടിയിട്ടുണ്ട്. അടുക്കള വാതിലും അടച്ച് വീണ്ടും ഞാൻ അകത്തേക്കെത്തി. താഴെയുള്ള 2 മുറികളിലൊന്ന് പുറത്തുനിന്ന് പൂട്ടിയതിനു ശേഷം മുകളിലേക്ക് നടന്നു. അവിടെയെല്ലാം അമ്മ അടച്ച് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാണ് താഴേക്കിറങ്ങിയത്. പടികളിറങ്ങി താഴേക്ക് വരുമ്പോൾ മൂകമായ ആ അന്തരീക്ഷം എന്നിലെ ഭയത്തെ വർദ്ധിപ്പിച്ചു. ഞാൻ വേഗം TV ഓൺ ചെയ്തു വെച്ചു. റിപ്പോർട്ടർ ചാനലിൽ അരുൺ ന്യൂസ് വായിക്കുന്നുണ്ട്. ഏതോ ആക്സിഡന്റിനെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ടോ അതൊന്നും എൻ്റെ ചെവിയിലേക്ക് കയറിയില്ല. നേരെ മുറിയിലേക്ക് നടന്നു. കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് വാഷ്റൂമിൽ കയറി. ഹോസ്റ്റലിൽ നിന്ന് 7 മണിയോടെ വീട്ടിലെത്തിയിട്ട് ആ ഇരിപ്പിരുന്നതാണ്. ഇത്രയും വൈകിയത് അറിഞ്ഞില്ല. അച്ഛനും അമ്മയ്ക്കും ഇന്നൊരു കല്യാണമുണ്ടെന്നും അതിനു പോയി വൈകിട്ട് എത്തുമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഇന്നു തന്നെ വന്നത്. ഇല്ലെങ്കിൽ നാളെ രാവിലെയേ വരുമായിരുന്നുള്ളൂ. കുളി കഴിഞ്ഞ് നനഞ്ഞ മുടി ഉണങ്ങിയ ടവലിൽ കെട്ടിവച്ചു. യാത്രാക്ഷീണം മാറിയപ്പോൾ വിശക്കുന്നുണ്ട്. നേരെ അടുക്കളയിൽ പോയി കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലെടുത്ത് സോഫ സെറ്റിയിലിരുന്നു. TV-യിൽ പരസ്യമാണ്. ചാനൽ മാറ്റി കോമഡി സീൻ വെച്ച് അതും നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. പ്ലേറ്റും കയ്യിൽ വെച്ച് എത്ര നേരം അതും കണ്ടിരുന്നെന്നറിയില്ല. കൈയൊക്കെ ഉണങ്ങിയിരുന്നു. ഇപ്പോൾ അമ്മ അടുത്തുണ്ടെങ്കിൽ നടപ്പുറത്ത് ഒന്ന് കിട്ടിയേനെ. എനിക്കതോർത്തപ്പോൾ ചിരി വന്നു. വേഗം കൈ കഴുകി ബാക്കി സാധനങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റിവെച്ചു. പാത്രങ്ങളും കഴുകി വീണ്ടും TV-ക്ക് മുന്നിലിരുന്നു. സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ TV ഓഫ് ചെയ്ത് മുറിയിൽ കയറി. മുടിയൊക്കെ ഡ്രയർ വെച്ച് ഉണക്കിയെടുത്തു. വീണ്ടും വീടിനകത്ത് നിറഞ്ഞ നിശബ്ദത എന്നിൽ ഭീതിയുണർത്തി. അത് മാറ്റാനായി വീണ്ടും ഫോണിൽ റീൽസ് നോക്കിക്കിടന്നു. പെട്ടെന്നാണ് ഒരിടിയും മിന്നലും ഒരുമിച്ച് വന്നത്. ആ നിമിഷം തന്നെ കറന്റും പോയി. ഞാനൊന്ന് ഞെട്ടിക്കൊണ്ടെഴുന്നേറ്റു. ഭയം ഒരു തേരട്ടയെപ്പോലെ ഉള്ളം കാലിലൂടെ അരിച്ചു കയറി. എൻ്റെ ഉള്ളം കൈയിലും മുഖത്തും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു. മൊബൈലിൽ ടോർച്ച് ഓൺ ചെയ്ത് എൻ്റെ മുറിയിലാകെ ഒന്നോടിച്ചു നോക്കി. പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നതുപോലെ, ആരൊക്കെയോ നടക്കുന്നതുപോലെ. ഒന്നുറക്കെ കരയാൻ പോലും എനിക്ക് പേടി തോന്നി. മുറിയിലിരിക്കുമ്പോൾ ശ്വാസം കിട്ടാത്തതുപോലെ ഞാൻ ഇപ്പോൾ മരിച്ചു പോകുമോ എന്ന് തോന്നിപ്പോയി. പതിയെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് ഹാളിലേക്ക് നടന്നു. അവിടമാകെ ഒരു തണുപ്പ് നിറഞ്ഞു നിൽക്കുന്നതുപോലെ. ഞാൻ ചെവി കൂർപ്പിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്നാണ് അടുത്ത ഇടിയും മിന്നലും വെട്ടിയത്. കുറച്ചു ശബ്ദത്തിൽ അടച്ചിട്ട ജനൽ തുറന്നു കണ്ടതും ഞാൻ വിറച്ചുപോയി. എൻ്റെ ശക്തമായ നെഞ്ചിടിപ്പടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
തുറിച്ച കണ്ണുകളോടെ ഞാൻ തുറന്നു കിടക്കുന്ന ജനലിലൂടെ നോക്കി. പുറത്ത് ഒരു സ്ത്രീ നിൽക്കുന്നതുപോലെ തോന്നിയതും ഞാൻ ഉറക്കെ കരഞ്ഞു. പക്ഷേ എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. എൻ്റെ ശരീരം തളരുന്നത് ഞാൻ അറിഞ്ഞു. മുന്നോട്ട് ചെന്ന് ആ ജനൽ കുറ്റിയിടാൻ ബുദ്ധി പറയുമ്പോഴും ശരീരം അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. കാലുകൾ അവിടെ ഉറച്ചു പോയിരിക്കുന്നു. ഞാൻ കണ്ണുകൾ ഇമവെട്ടാതെ ആ രൂപത്തെ നോക്കി നിന്നു. അത് അനങ്ങുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ തോന്നി. അച്ഛൻ്റെ തണലിൽ ചുരുണ്ടുകൂടാൻ തോന്നി. എന്നെ എപ്പോഴും പൊതിഞ്ഞു പിടിക്കുന്ന എൻ്റെ ഏട്ടൻ കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി. അടുത്ത മിന്നൽ ഞാൻ ആ രൂപം വ്യക്തമായി കണ്ടു. പട്ടുസാരിയുടുത്ത് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. അടുത്ത നിമിഷം എൻ്റെ തലച്ചോറിൽ ഒരു ചിത്രം മിന്നി. രാവിലെ കല്യാണത്തിന് പോകുന്നതിന് മുൻപ് അമ്മ അയച്ചു തന്ന ഫോട്ടോ. അതിൽ അച്ഛനോടൊപ്പം നിൽക്കുന്ന അമ്മയുടെ ഫോട്ടോയിൽ താൻ കണ്ട അതേ സാരി. എനിക്ക് ശ്വാസം കിട്ടിയതുപോലെ വാതിലിന് നേരെ ഓടി. വാതിൽ തുറന്ന് പൂമുഖത്തേക്കിറങ്ങി ഞാൻ ഉറക്കെ വിളിച്ചു, "അമ്മ!" എൻ്റെ വിളി കേട്ടതും അമ്മ തിരിഞ്ഞു നോക്കി. ഞാൻ ആ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. ചോരയിൽ കുതിർന്ന മുഖം, മുഖത്തൂടെ ഒഴുകുന്ന മഴവെള്ളം. ആ ചോര മായ്ച്ചു കളയുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ ചോരയിൽ കുതിരുന്ന മുഖം. ഞാൻ ബോധം മറഞ്ഞ് താഴെ വീഴുമ്പോഴും അമ്മ അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.